ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്നെ ആര് നോമിനേറ്റ് ചെയ്താലും ഒരു പ്രശ്നമല്ല. എനിക്ക് നോമിനേഷന് പേടിയില്ല, എവിക്ഷന് പേടിയില്ല. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു പോകും, ഞാൻ എന്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ നടന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. സംഗതി എന്താന്ന് വെച്ചാല് നമ്മുടെ നൂറ നമ്മുടെ നെവിനെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം നെവിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി നമ്മുടെ നൂറ. ഇതിപ്പോ ലൈവില് അക്ബറിന്റെ അടുത്ത് പോയിട്ട് നെവിൻ പറയുന്നുണ്ട്, അവൾ ഇവിടെ എത്ര ടാസ്ക് കളിച്ചു, ആകെ എത്ര ഗെയിം അവള് ജയിച്ചിട്ടുള്ളത്, ആകെ ക്യാപ്റ്റന്റെ ടാസ്ക് മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ, ഞാൻ ഇവിടെ എത്ര ടാസ്ക് ജയിച്ചിട്ടുണ്ട്, ഇതിപ്പോ അവള് വലിയ ഗെയിമറാണ് പോലും. അതുകൊണ്ടാണ് ഞാൻ ലാലേട്ടന്റെ അടുത്ത് പറഞ്ഞത് അവള് ദീപാവലിക്ക് കത്തിക്കുന്ന പൂത്തിരിയാണ്, ഒരിക്കലും കത്തിക്കഴിഞ്ഞ പിന്നെ കത്തത്തില്ല, പിന്നെ അടുത്ത വർഷം ആവണം എന്നൊക്കെ. അവള് ഇവിടുത്തെ ഗെയിമർ ആണ്. ഇവിടെ വേറെ ആരെങ്കിലും എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? അവൾ എന്നെ നോമിനേറ്റ് ചെയ്തത് പ്ലാൻ ചെയ്തുകൊണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് അക്ബറിന്റെ അടുത്ത് കത്തി കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നൂറയുടെ നോമിനേഷൻ നെവിനെ നന്നായി കൊണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല പേടിയും തട്ടിയിട്ടുണ്ട്. പിന്നെ നെവിൻ പറയുന്നുണ്ട് അനുമോൾ ഉണ്ടല്ലോ, അനുമോൾക്ക് ആദില നൂറ ഇവരുടെ ആ ഒരു റിലേഷൻ ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ, എന്നാൽ ഇപ്പോഴും അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ അനുമോൾക്ക്. എന്നാന്ന് അറിഞ്ഞൂടാ, അനുമോള് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ച് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ അനുമോള് അവരുമായിട്ട് ഇപ്പൊ നല്ല ാണ്. അങ്ങനെ ഈ അനുമോളെയും നൂറയൊക്കെ കുറ്റം പറച്ചിലാണ് നമ്മുടെ നെവിൻ. എന്തോ പുറത്തു പോകുന്ന കരുതിയിട്ട് പേടിച്ച് വെപ്രാളത്തിലൊക്കെ സംസാരിക്കുന്ന പോലെയാണ് നെവിന്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്.